NIA-യുടെ മുൻ SP TK രാജ്മോഹൻ ലൈനിലുണ്ട്. ശ്രീ TK രാജ്മോഹൻ, അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. മകനെ IS-ൽ ചേരാൻ, 16-കാരനായ മകനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ ഇപ്പോൾ പ്രാഥമിക വിവരശേഖരണം നടത്തുകയാണ് NIA. ഇങ്ങനെ ഒരു സംഭവം ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. നേരത്തെ IS-ലേക്ക് പലരെയും റിക്രൂട്ട് ചെയ്തിരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആ നിലയിൽ പോലുമല്ല. സ്വന്തം മകനെ ഈ IS-ലേക്ക് ചേർക്കുന്നതിനുള്ള പ്രേരണയാണ് മാതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, രണ്ടാനച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എങ്ങനെ ഈ കാര്യങ്ങളെ കാണുന്നു ശ്രീ TK രാജ്മോഹൻ? നമ്മൾ ഈ കേരളത്തിന്റെ ഈ ബാക്കപ്പിൽ നമ്മളിത് വളരെ വളരെ ആശങ്കയായിട്ട് കാണുന്നത്, വളരെ ഞെട്ടിക്കുന്നതാണ് വിവരം. എന്ന് മാത്രമല്ല, നമ്മുടെ ഒന്നും കൺസെപ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മളെ നാട്ടിലെല്ലാവരും ഒരു മതങ്ങൾ തമ്മിൽ ഒരു സ്പർദ്ധയില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടി കുറെ കൂടി നീറ്റായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കേരളം. ഏത് മതങ്ങളായാലും തമ്മിൽ നല്ല ബന്ധങ്ങളും നല്ല ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള പിതാക്കന്മാര് അല്ലെങ്കിൽ രണ്ടാനച്ഛന്മാരുണ്ട് എന്ന് പറയുമ്പോൾ വളരെ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതിൽ ശരിയായ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണം. അതിനാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് UAP ഒരു കേസെടുത്ത്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഒരു കേസെടുത്തിട്ടുണ്ട്. ആ കേസിന്റെ അന്വേഷണം വളരെ ശക്തമായിട്ടും യുക്തമായിട്ടും പോലീസ് കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പിതാവിന്റെ പേരിലും അതുമായി ബന്ധപ്പെട്ട പിതാവ് മാത്രമായിരിക്കില്ല, കാരണം അയാളുടെ വേറെ വല്ല ഏജൻസി, വേറെ വല്ല സ്ലീപ്പർ സെൽസോ അല്ലെങ്കിൽ വേറെ വല്ല ആൾക്കാരൊക്കെ അയാളെ ഇതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശരിയായ ഒരു എന്താണ് ഇതിന്റെ കാരണം, എന്താണ്. TK രാജ്മോഹൻ, ഇപ്പോൾ UAPയെ ചുമത്തിയിരിക്കുകയാണ്. അങ്ങനൊരു നിയമം ഇവർക്കെതിരെ ചുമത്തണമെങ്കിൽ പ്രാഥമികമായിട്ടെങ്കിലും ചില തെളിവുകൾ ഇവർക്കെതിരെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാകുമല്ലോ അത്തരം ഒരു നടപടിയിലേക്ക് NIA കടന്നിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയ ഇൻഫർമേഷൻ പ്രഥമ ദൃഷ്ടിയ ഈ പ്രൈമാ ഫേസി ഏജൻസി എന്തായാലും ചെക്ക് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഈ പിതാവ് ഇത്തരത്തിലുള്ള ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നമ്മുടെ നാഷണൽ ഇന്റഗ്രേഷനെതിരായിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സ്വന്തം മകനെ തന്നെ ചാവാറാക്കുക എന്ന് പറഞ്ഞാൽ വളരെ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസി അന്വേഷിച്ചിരിക്കും. പ്രാഥമികമായ ചില ഇൻഫർമേഷൻ കിട്ടിക്കാണുമായിരിക്കും. അതിന്റെ പേരിലായിരിക്കും ഇപ്പോൾ ഒരു അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതായത് UAPA പ്രകാരം കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ അപലപിക്കേണ്ട വിഷയമാണ്. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ഒരു കാര്യത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണിത്. അത് തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ NIA കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.